ലോകത്തെ അഥവാ നമ്മെ തുറിച്ചു നോക്കുന്ന കാലം 2025 ഫെബ്രുവരി 10 മുതൽ. ഇത് ജ്യോതിഷത്തിൻ്റെയും ആധുനിക കാലഘട്ടത്തിൻ്റെ ചരിത്രവും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു മഹാഭാരത യുദ്ധത്തിന് സമാനമായ ഒരു 3-ാം ലോക മഹായുദ്ധത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് ഈ ഫെബ്രുവരി 10-ാം തീയതി മുതൽ നമ്മൾ കടക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണ്. വേദവ്യാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർക്കും ഇതിൽ നിന്നും മാറി നിൽക്കാനാവില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കേണ്ടത്. ഇതുവരെ നമ്മൾ അധികമൊന്നും യുദ്ധം നടക്കുന്ന പോലെ അറിയാത്ത ആൾക്കാർ ഈ നാട്ടിൽ ഉണ്ടാകും. പക്ഷേ ഇനി അതല്ല. കാരണം ആദ്യം ജ്യോതിഷപരമായിട്ട് ചിന്തിക്കാം, എന്നിട്ട് ആധുനിക കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ പോക്ക് നമുക്ക് അതുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് വിലയിരുത്താം. ഈ ഫെബ്രുവരി 10 മുതൽ ലോകം വലിയൊരു പ്രശ്നത്തെ തരണം ചെയ്യേണ്ട ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അത് എല്ലാവരും അതിൽ ഇൻവോൾവ് ആവുന്ന തരത്തിലേക്കാണ് അതിൻ്റെ കാര്യങ്ങളുടെ പോക്കുന്നത്. നമ്മൾ ധരിച്ചിരുന്നത് ട്രംപ് ഭരണത്തിൽ കയറിയാൽ എല്ലാം ശാന്തമാവുന്നതാണ്. അല്ല. കാരണം ഗ്രഹങ്ങളുടെ കിടപ്പൊന്നും അത്തരത്തിലല്ല പറയുന്നത്. ഈ ഫെബ്രുവരി 10-ന് ശേഷമുള്ള കാലഘട്ടം വളരെ സങ്കീർണമായിരിക്കും. നമ്മളെല്ലാം യഥാർത്ഥ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. അത് യുദ്ധം മാത്രമാണെന്നൊന്നുമില്ല. ഇപ്പൊ അഗ്നി തന്നെ വലിയ പ്രശ്നങ്ങൾ നാട്ടിൽ കാലം മാറുമ്പോൾ അത് ജനങ്ങളെ സ്വാധീനിക്കും, രാഷ്ട്രങ്ങളെ സ്വാധീനിക്കും, കാലാവസ്ഥയെ സ്വാധീനിക്കും, എല്ലാത്തിനെയും സ്വാധീനിക്കും. അപ്പം കാലാവസ്ഥയിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതെല്ലാം നമ്മൾ അമേരിക്കയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാലത്തിൻ്റെ അഗ്നിയിലൂടെ അപ്പോൾ ഈ ദുർനിമിത്തങ്ങൾ എന്നെല്ലാം പറയുന്നത് നമ്മൾ ലോകത്തിൽ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ദുർനിമിത്തം എന്ന് പറയുന്നത് ഇതുവരെ സംഭവിക്കാത്ത തരത്തിലുള്ള സംഭവവികാസങ്ങൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് നമ്മൾ ഇപ്പോഴെല്ലാം കണ്ടത്. അത് നമ്മൾ മുമ്പോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പലയിടത്തും പല അനർത്ഥങ്ങളും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഒരു ശരിയായ യുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് കടക്കുന്നത് ഫെബ്രുവരി 10-ന് ശേഷമാണ്. അത് കുറച്ചു കാലത്തേക്ക്, കുറേ മാസങ്ങൾ, ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 2025 എങ്ങനെ ഇരിക്കുന്നുള്ളത് അതിൽ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് നമ്മളിപ്പോൾ തുടങ്ങുന്ന സമയം മാത്രം ഒന്ന് സൂചിപ്പിച്ചുകൊണ്ടും ഇപ്പോഴത്തെ ലോകത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണെന്ന് നോക്കിക്കൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ തുടങ്ങുന്നത് എപ്പോഴാണ് കൂടുതൽ വരിക, എപ്പോഴാണ് അതിന് ചെറിയ ശാന്തത വരിക, പിന്നെ അതെപ്പോഴാണ് കൂടുക, ഇതെല്ലാം അന്ന് ഡേറ്റ് വെച്ചിട്ട് ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തുടങ്ങുന്ന സമയമായതുകൊണ്ട് ആ തുടങ്ങുന്നത് പറഞ്ഞേ ഉള്ളൂ. ബാക്കിയെല്ലാം അവിടെ പറഞ്ഞതുകൊണ്ട് എന്തായാലും കുറച്ച് മാസങ്ങൾ അതിലേക്കൊന്നും, ആ ഡേറ്റിലേക്കൊന്നും കിടക്കുന്നില്ല. ഇത് കൂടി വരും. അതൊരു പ്രത്യേക ഘട്ടം, കുറച്ച് മാസങ്ങൾ, ഫെബ്രുവരി 10 മുതലുള്ളത് ഒരു വല്ലാത്ത ഘട്ടം തന്നെയായിരിക്കും. അതിൽ നിന്ന് ആർക്കും അങ്ങനെ മാറിയേക്കാൻ പറ്റാത്ത തരത്തിൽ എല്ലാവരെയും അത് സ്വാധീനിക്കുന്ന തരത്തിലുള്ള സംഭവവികാസങ്ങളായിരിക്കും. ഇത്രയും ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ട് അത് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ ഉണ്ടാകും, രോഗങ്ങളും വേണമെങ്കിൽ ഉണ്ടാകാം. കാരണം അങ്ങനെ ഒരു കുറച്ച് ലോങ് പീരീഡിലുള്ളതാണ്. പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകാം. അതേസമയം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ,
എല്ലാം അല്ലെ. യുദ്ധം എന്ന് പറയുമ്പോൾ ആധുനിക യുദ്ധം എന്ന് പറയുന്നത് ആയുധം വെച്ച് മാത്രമല്ല, തന്ത്രത്തിലൂടെയാണ്. കാരണം ന്യൂക്ലിയർ ബോംബ് പ്രയോഗിച്ചിട്ടല്ല, പ്രയോഗിക്കുമെന്ന് പറഞ്ഞ് വിരട്ടിക്കൊണ്ടാണ്. അതുകൊണ്ട് ഈ മൂന്നാം ലോക മഹായുദ്ധം എന്നെല്ലാം പറയുമ്പോൾ നമ്മളത് തന്ത്രത്തിലൂടെയാണ്, അത് സാമ്പത്തിക ഘടനയിലെല്ലാം ഉണ്ടാക്കുന്ന മാറ്റത്തിലൂടെയാണ് അത് സംഭവിക്കുന്നത്. അല്ലാതെ ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കുകയും ചെയ്യും, അത് ഒരു ഘട്ടത്തിൽ പൊട്ടിക്കുകയും ചെയ്യും. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനുള്ള ഒരു തുടക്കം കുറിക്കുന്നതാണ് ഈ ഫെബ്രുവരി 10 മുതൽ. കുറച്ച് കാലം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നതാണ്. വളരെ അടുത്തുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് ആധുനിക കാലഘട്ടത്തിൻ്റെ പോക്കും കൂടി നോക്കിക്കൊണ്ട് മഹാഭാരത കഥയിലൂടെ നമുക്കതിനെ വിലയിരുത്താൻ ശ്രമിക്കാം. കാരണം കാലം ഇങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ഒരു നല്ല സുന്ദര ലോകം ഉണ്ടാക്കും, അവതാരം പൊളിക്കും. ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. 4 യുഗങ്ങളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് 3 യുദ്ധങ്ങളുണ്ട്. പരശുരാമ യുദ്ധം, രാമൻ്റെ യുദ്ധം, കൃഷ്ണൻ്റെ യുദ്ധം, മഹാഭാരത യുദ്ധം. ഇതിലെ 1ാം വേൾഡ് വാർ, 2ാം വേൾഡ് വാർ, 3ാം വേൾഡ് വാർ. ഇത് കഥരൂപത്തിൽ അവതരിപ്പിച്ചു എന്നതിൽ കൂടുതൽ. പക്ഷേ ആ കഥയിലൂടെയാണ് നമ്മൾ ഇനി ആധുനിക ചരിത്രത്തെ നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത നോക്കാം. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ധരിച്ചിരുന്ന ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപിന് യുദ്ധത്തിനൊന്നും താല്പര്യമില്ല. കാരണം ട്രംപ് ഒരു ശരിയായ മുതലാളിയാണ്. മുതലാളിക്ക് രാഷ്ട്രീയമൊന്നും അങ്ങനെ രാഷ്ട്രീയം പ്രയോഗിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ മുതലാളിമാർ ഭരണം വരുമ്പോൾ ഏത് ഭരണം വരുന്നു അതിനനുസരിച്ച് അവർ സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ആ മെൻറ്റാലിറ്റിയാണ് ട്രംപിനുള്ളത്. പക്ഷെ അതുവരെ അതായിരുന്നില്ല. രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം. അതുകൊണ്ടാണ് ലോകം 2ആയി തിരിഞ്ഞത്. നാറ്റോ രാഷ്ട്രങ്ങളും വാർസാ രാഷ്ട്രങ്ങളും. നാറ്റോ മുതലാളിത്ത രാഷ്ട്രങ്ങൾ, മറ്റേതെന്തോ അവരവർ തീരുമാനിക്കുക. പക്ഷേ ഈ ഏറ്റുമുട്ടൽ അവസാനം രാഷ്ട്രീയപരമായി തന്നെയാണ് അതുള്ളത്. ട്രംപ് വരുമ്പോൾ ട്രംപിന് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല. എങ്ങനെയൊക്കെ അമേരിക്കയെ രക്ഷിക്കണം, ഇല്ലേ നമ്മുടെ ബിസിനസ് എല്ലാം രക്ഷിക്കണം, ആ ഒരു തന്ത്രത്തിലേക്ക് അമേരിക്കയെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോഴത് രാഷ്ട്രീയമായി തിരിഞ്ഞ നാറ്റോയെ തന്നെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. ഇപ്പം രാഷ്ട്രീയമായിട്ട് ലോകത്തെ നയിച്ചിരുന്ന രാഷ്ട്രീയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് കയറാതിരിക്കേണ്ടത് നാറ്റോയുടെ കൂടെ അല്ലെങ്കിൽ ആ രാഷ്ട്രങ്ങളുടെ എല്ലാം ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് റഷ്യയെ അടിക്കാൻ ഉക്രൈന് ആയുധങ്ങൾ കൊടുത്തത്. നമ്മളത് കാണുകയും ചെയ്തു. റഷ്യയുടെ അകത്ത് കയറി അടിച്ചു, എന്നിട്ടും റഷ്യ പ്രതികരിച്ചിട്ടില്ല. കാരണം റഷ്യ എന്നത് രാഷ്ട്രീയം കലക്കി കുടിച്ച രാഷ്ട്രമാണ്. അവർ തന്നെയാണ് ഈ ലോകത്തെ മുന്നോട്ടേക്ക്, ഈ യുദ്ധത്തിലൂടെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. അപ്പം മറ്റവരെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ട്രംപും റഷ്യയായിട്ട് ഒരു അടി നടക്കണം. അത് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ അതിന് മുമ്പിൽ അമേരിക്കനെ അടിച്ചു കിട്ടിയാലും കുഴപ്പമില്ല എന്നാണ് അവരുദ്ദേശിച്ചത്. എങ്കിൽ ട്രംപുമായിട്ട് റഷ്യ അടുക്കില്ല. ട്രംപിനും പുട്ടിൻ്റെ ഒപ്പം പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവർ റഷ്യ പറഞ്ഞിരുന്നു, ഏത് രാജ്യത്തിൻ്റെ ആയുധം നമ്മളെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാലും നമ്മൾ കയറി അടിക്കും, ആ രാജ്യത്തെ അടിക്കും. റഷ്യ ചെയ്യുന്നവർക്കറിയാം. അതുകൊണ്ടാണ് അമേരിക്കയും ബ്രിട്ടനും കൂടി അവസാന നിമിഷത്തിൽ ഒരു കളി കളിച്ചത്.
ആ കളി കളിക്കുമ്പോൾ അത് ഇസ്രയേലിലും എല്ലാം എഫക്റ്റാകും. ഇസ്രയേലിൻ്റെ യുദ്ധത്തിലും എല്ലാം അത് കയറി വരുമ്പോൾ ഊത്തികളും എല്ലാം കൂടിയിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ എത്തിപ്പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ധാരണയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും ഒതുക്കിയിട്ടാണ് പിന്നെ ഉക്രൈനും റഷ്യയും തമ്മിൽ ആയുധം അമേരിക്കയുടേതായിരുന്നു, ബ്രിട്ടനും അതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ജർമ്മനിയെല്ലാം അവർക്കറിയാം ഇത് എവിടത്തേക്കാണ് എത്താൻ പോകുന്നത്. അതുകൊണ്ട് അവർ തന്ത്രപൂർവ്വം കുറച്ച് മാറി നിന്നിട്ടും ഉണ്ട്. അങ്ങനെ ആയുധങ്ങൾ പ്രയോഗിച്ചപ്പോൾ റഷ്യ അത് സഹിച്ചു. കാരണം മറ്റവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒരു അടി ഉണ്ടാകണം, പിന്നെ ട്രംപ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതേമാതിരി പോകാനേ പറ്റുള്ളൂ. ഇത് കൊണ്ട് തന്ത്രപൂർവ്വം റഷ്യ എന്ത് ചെയ്തു? സഹിക്കുകയാണ് ചെയ്തത്. അതൊരു തന്ത്രമാണ്. എല്ലാവരും അടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ആകെ കുളമായിരുന്നു. അപ്പോൾ റഷ്യ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. പക്ഷേ മറുപക്ഷത്തിന് അറിയാമായിരുന്നു ബ്രിട്ടനെ കയറി അടിച്ചു കളയും. കാരണം ബ്രിട്ടൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടനും ആ ഒരു ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബ്രിട്ടീഷ് ആയുധങ്ങളല്ല ഉപയോഗിച്ചിരുന്നത്. ആദ്യം 1-2 പ്രയോഗിച്ചെങ്കിലും പിന്നെ ബ്രിട്ടീഷ് ആയുധങ്ങൾ അധികം സെലൻസ്കി ഉപയോഗിച്ചിട്ടില്ല. അമേരിക്കേൻ്റെ തന്നെയാണ്. ഒന്ന് അമേരിക്കയിൽ അടിക്കട്ടതാണ്. പക്ഷേ എങ്ങനെയോ ആ ഘട്ടം റഷ്യ തരണം ചെയ്തു. അത് റഷ്യയുടെ കഴിവ് തന്നെയാണ്. കുറേ കെട്ടിടങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ വിചാരിച്ചിട്ടില്ല എന്താണ് ഈ വീമ്പ് പറയുന്ന റഷ്യ. ഒരു ചുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. ചുക്ക് ചെയ്യാൻ പറ്റാത്തൊന്നുമല്ല, തന്ത്രപൂർവ്വമുള്ള നീക്കം. യുദ്ധത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, ആയുധം ഉപയോഗിച്ചിട്ടുള്ള യുദ്ധമല്ല ഇത്, തന്ത്രത്തിലൂടെയുള്ളൂ. ഇപ്പം ട്രംപ് ഭരണത്തിൽ കയറിയാൽ അതോടുകൂടി റഷ്യ ചെയ്തിരിക്കുന്നത് എന്താണ്? ഇപ്പോൾ അവരുടെ യുദ്ധക്കപ്പലിന്, വലിയൊരു കപ്പലിന് ബ്രിട്ടീഷ് തീരത്തിലേക്ക്, കടൽ തീരത്തിലേക്ക് ഇന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാരണം അന്ന് പിന്നെ കളിച്ചത് ബ്രിട്ടനാണല്ലോ. അത് ഇപ്പം ബ്രിട്ടീഷ് പാർലമെന്റിലും അതിനെപ്പറ്റി സംസാരം വന്നിരിക്കുകയാണ്. നമ്മൾ ഓരോ മിനിറ്റും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അതാണ് റഷ്യ ബ്രിട്ടൻ്റെ അതിർത്തിയിലേക്ക് കടന്നിരിക്കുന്നു. പണ്ട് ചെയ്തതിൻ്റെ പിന്നെ സെലൻസ്കിൻ്റെ കാര്യം ചിന്തിക്കണ്ട. അത് പിന്നെ അതങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് തോന്നും അപ്പോൾ ഏകദേശം എല്ലാം ആയോ എന്ന് ചോദിച്ചാൽ ഇവിടെയാണ് അടുത്ത ഘട്ടം കിടക്കുന്നത്, ഫെബ്രുവരി 10 മുതൽ. കാരണം ട്രംപ് ഒരു ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരന് രാഷ്ട്രീയം കളിക്കാൻ കഴിയില്ല. ട്രംപിനിപ്പോൾ എന്താണ് വേണ്ടത്? ട്രംപിനെ പോലെയുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടത് എന്താണ്? നല്ലൊരു മാർക്കറ്റ് വേണം. നമ്മളെ സാധനം കൊണ്ട് വിൽക്കാൻ നല്ലൊരു മാർക്കറ്റ് വേണം. അതാണ് അമേരിക്കയും അന്ന് അമേരിക്കയുടെ മുതലാളിത്ത രാഷ്ട്രങ്ങളെല്ലാം, നാറ്റോ രാഷ്ട്രങ്ങളെല്ലാം കൂടിയിട്ട് ആഗോളവൽക്കരണം എന്ന പരിപാടിയായിട്ട് ഇറങ്ങി. അപ്പോൾ കുറേ മാർക്കറ്റ് ഉണ്ട് കൊണ്ട് കച്ചവടം ചെയ്യാം. പക്ഷേ ചൈന ആ സമയത്ത് കയറി, റഷ്യയും കയറി. റഷ്യ എണ്ണയുമായിട്ടും ചൈന മറ്റുള്ളതുമായിട്ട് കയറിയിട്ട് കച്ചവടം ഒരു വഴിക്കായി. അതെല്ലാം അവരുടെ കൈമിലേക്ക് പോകാൻ തുടങ്ങി. അവരും മുതലാളിത്തമാണെങ്കിലും അവർ ഉപയോഗിച്ച തന്ത്രം വില കുറച്ചു കൊടുക്കുക എന്നാണ്. മറ്റവരുടേതാണെങ്കിൽ വില കൂട്ടുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാലോ, ഒരു മാർക്കറ്റിൽ ഒരു 100 രൂപേൻ്റെ ഒരു അയില വെച്ചിരിക്കുകയാണ് വിൽക്കാൻ. ഒരു 10 പേരുണ്ട്. 10 പേരും 100 രൂപയ്ക്ക് അയില, ഓരോ അയിലക്ക് 100 രൂപ ഉദാഹരണമാണ്. അപ്പോൾ അപ്പോൾ അവർക്ക് കിട്ടുന്ന ലാഭം 10 രൂപ, ഓരോ ആൾക്കും കിട്ടും, 10 കിട്ടും. അപ്പോൾ ഒരുത്തം കയറിയിട്ട് അതിനകത്ത് 95 രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ വിൽക്കാനിരുന്നാൽ എല്ലാവരും ആ 95കാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് പോകും. ഇവരെ കച്ചവടം മുഴുവൻ അവിടെ പോവുകയും ചെയ്യും. കുറച്ച് ലാഭമാണെങ്കിലും എല്ലാം കിട്ടുമ്പോൾ കിട്ടേണ്ട ലാഭം മുഴുവൻ അവന് ഇഷ്ടംമാതിരി പൈസ കിട്ടും. മറ്റവൻ 100 രൂപ വെച്ചാണ് ഇരിക്കലേ ഉണ്ടാവും. ഇതാണ് ചൈനയും റഷ്യ ഉപയോഗിച്ച തന്ത്രം. എണ്ണയും ഇതെല്ലാം വെച്ച്. പക്ഷേ ആ രാഷ്ട്രീയമായി ഇതുവരെ പിടിക്കുന്നത് രാഷ്ട്രീയമായി വേർതിരിച്ചത് കൊണ്ട് ചൈനക്കും റഷ്യക്കും എല്ലാ ഏരിയയിലും കയറാൻ പറ്റിയില്ല. കാരണം അവിടെ ഒരു രാഷ്ട്രീയം അതിലുണ്ട്.
അതുകൊണ്ട് റഷ്യൻ്റെ എണ്ണ വേണ്ട എന്ന് പറഞ്ഞു. ചെറിയ വിലക്ക് കിട്ടുന്നതാണ്. പക്ഷേ റഷ്യ എന്ത് ചെയ്തു? ഇസ്രായേൽ ഒരു ബ്രിക്സ് എല്ലാം കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് അവർ തമ്മിലുള്ള കച്ചവടം അവർ തമ്മിലെല്ലാം ആക്കി. അപ്പോൾ ആഗോളവൽക്കരണം തന്നെ പകുതിയായി മുറിഞ്ഞു. കുറേ ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഒരു ഭാഗത്ത് കച്ചവടം, അതവർ ചെറിയ ലാഭം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം ചെയ്യുകയാണ് എണ്ണ. മറ്റേ രാഷ്ട്രങ്ങളിലാണെങ്കിൽ വലിയ വില കൂട്ടിയിട്ടുള്ള കച്ചവട പരിപാടിയാണ്. അപ്പോൾ അവരുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് നാറ്റോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ, അവരുടേതെല്ലാം തന്നെ ആ ആശയമുള്ള, രാഷ്ട്രീയപരമായി ആശയമുള്ള അവരുടെ മാർക്കറ്റുമായിട്ട് മാറി. അപ്പം മാർക്കറ്റ് രണ്ടായി. പണ്ടത്തെ വാർഷാ രാഷ്ട്രങ്ങളിലുള്ളവരുടെ മാർക്കറ്റ് ഒന്ന്, അത് ബ്രിക്സ് എന്ന് പറയാം. മറ്റേ മുതലാളിത്ത രാഷ്ട്രങ്ങളുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് നാറ്റോ, യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങളുടെ മാർക്കറ്റുമായിട്ട് ലോകം പകുതിയായി. അപ്പം നാറ്റോ, യൂറോപ്യൻ മുതലാളിത്ത രാഷ്ട്രങ്ങൾക്കൊന്നും ഇപ്പുറം കൊണ്ട് ഇനി കളിക്കാനൊന്നും പറ്റില്ല എന്നുള്ള ബുദ്ധി ആർക്ക് വന്നു? ട്രംപിന് വന്നു. ഇനിയിപ്പോൾ ആ മാർക്കറ്റ് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, അവിടെ പോയിട്ട് ഒന്നും ചെയ്യാനില്ല. ഇനി അവർക്ക് വിൽക്കാൻ പറ്റുന്നത് യൂറോപ്യൻ യൂണിയൻ എന്ന മാർക്കറ്റാണ്, അല്ലെങ്കിൽ നാറ്റോ രാഷ്ട്രങ്ങളുടെ മാർക്കറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിലാണ് ഇനി മത്സരം വരാൻ പോകുന്നത്. ഏതുപോലെ എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 10 പേര് 100 രൂപ വെച്ചിട്ട് മത്സ്യം വിൽക്കുകയാണ്, 10 രൂപ ലാഭം കിട്ടും. ഇപ്പുറത്തവൻ 95 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ മറ്റവരുടെ കച്ചവടം എല്ലാം പോയി. പിന്നെയും കുറച്ച് പണ്ടത്തെ പരിചയക്കാരെല്ലാം വന്ന് വാങ്ങുമായിരിക്കും, പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഇപ്പുറത്തേക്ക് പോയി. ഈ പരിചയക്കാരും മറ്റേ എല്ലാം ഉണ്ടല്ലോ, ഇവൻ്റെ കണ്ടുകൂടാതെ കക്ഷികളുണ്ടല്ലോ രാഷ്ട്രീയപരമായിട്ട്, ഇപ്പുറത്തിരിക്കുന്നവൻ വേറൊരു രാഷ്ട്രീയക്കാരനാണ്, അവൻ്റെ അടുത്തൊന്നും വാങ്ങാൻ പറ്റില്ല. അങ്ങനെയുള്ള ചിന്താഗതിയുള്ളവർ ഈ 100 രൂപയ്ക്ക് വിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ പോയി വാങ്ങും. കാരണം അവർക്ക് രാഷ്ട്രീയം തലയിൽ പിടിച്ചിരിക്കുകയാണ്. ഇപ്പുറത്തവൻ ഇരിക്കുന്നത് ശരിയല്ല, അവൻ മറ്റേ പാർട്ടിയാണ്. അതുകൊണ്ട് നമ്മളൊരു ഐക്യം ഉണ്ടല്ലോ, രാഷ്ട്രീയ ഐക്യം. ആ ഐക്യത്തിൻ്റെ പേരിൽ 100 രൂപേൻ്റെയും വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മാർക്കറ്റ്. അതാണ് യൂറോപ്യൻ യൂണിയൻ മാർക്കറ്റ്. പക്ഷെ അതുകൊണ്ട് ഈ ഭൂരിപക്ഷം ഇപ്പുറം പോയ സ്ഥിതിക്ക് ഇവർക്കത് തൃപ്തിയാവില്ല. എങ്ങനെ നടക്കാനാണ്? പിന്നെ അവർ തമ്മിൽ എന്തുണ്ടാവും? മത്സരം ഉണ്ടാവും. അപ്പം അവർ തമ്മിൽ എന്തായിരിക്കും? ഒരു കാര്യം ചെയ്യുക, ഏതായാലും ആ മാർക്കറ്റല്ലേ, ആ മാർക്കറ്റിൽ എൻ്റെ കൈമേൽ വേണമെന്ന് വെച്ചിട്ട് ഈ 10 പേരിൽ ഓരോ ആളും മറ്റവനെ വീഴ്ത്തിയിട്ട് അവസാനം ഞാൻ മാത്രമായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കാൻ. ആ ഒരു തന്ത്രം പോലെ ഇപ്പം 2 പേര് കച്ചവടം നടത്തിയാണ്. നാട്ടിൽ കച്ചവടം എല്ലാം കുറയുമ്പോൾ എന്താ സ്വാഭാവികമായിട്ട് എയും ബിയും കാറുണ്ടാക്കി ഇറക്കുന്നുണ്ട്. പക്ഷേ കാറ് വാങ്ങാൻ ആളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ഇവന് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിഞ്ഞ് പിടിച്ചിരിക്കാലോ എന്ന ചിന്തയാണ്. ആ ചിന്താഗതി ആർക്കാണുള്ളത്? ട്രംപിനാണുള്ളത്. അപ്പം ട്രംപ് തീരുമാനിച്ചു, ഇനി ഏതായാലും മറ്റേ കാലത്ത് പോയിട്ട് ബ്രിക്സിലൊന്നും കൊണ്ടുപോയിട്ട് എല്ലാ കച്ചവടമൊന്നും ഇനി നടക്കില്ല, പിന്നെ അവരുമായിട്ട് ശത്രുത ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല, അവരെ പ്രൊഡക്റ്റും കൊണ്ട് വേണ്ട. അപ്പം ചൈനയായിട്ട് അതിൻ്റേതായ ചെറിയ പ്രശ്നങ്ങളുണ്ട്, എന്നാലും ഉടക്കാനൊന്നും നിൽക്കില്ല. ഉടക്കിപ്പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. അപ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് വേണ്ട സാധനങ്ങൾ അമേരിക്ക അവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ട് ബാക്കിയെല്ലാം ജർമ്മനിക്കും എല്ലാം വിൽക്കാം എന്നുള്ള ഒരു മനസ്സിലൊരു തന്ത്രം കാണും. കാനഡയിലെല്ലാം കൊണ്ട് വിൽക്കാം. അപ്പം അവരിലൊന്ന് വീക്കാക്കി കിട്ടുകയാണെങ്കിൽ ട്രംപ് ഉള്ളാലെ വിചാരിക്കും അവനെല്ലാം ഒന്ന് വീക്കായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല തന്നെയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഈ തന്ത്രം മനസ്സിലാക്കിയിട്ടായിരിക്കാം റഷ്യ ഇപ്പോൾ ബ്രിട്ടന്റെ ചുറ്റും കൂടിയിരിക്കുന്നത്. അപ്പം ട്രംപ് ഉള്ളാലെ കാണുന്നുണ്ട്, അവനൊന്ന് കൊടുക്കട്ടെ, അവനൊന്ന് ക്ഷയിച്ച് കിട്ടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സാധനം അവിടെയുള്ള കച്ചവടങ്ങളും അവിടെയുള്ള മുതലാളിമാരെല്ലാം ചെയ്യും. ഇപ്പോൾ ബ്രിട്ടനുമായിട്ട് ഒന്ന് ഉടക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള മുതലാളിമാരെല്ലാം അതെല്ലാം പൂട്ടിക്കെട്ടിട്ട് ഇനി നല്ല സ്ഥലം അമേരിക്കയിലാണുള്ളത്. കാരണം അമേരിക്ക റഷ്യയായിട്ട് നല്ല അടുപ്പത്തിലാണ്, അപ്പോൾ അവിടെ സേഫാണ്. അല്ലാതെ ഇവന്മാർ ശരിയാവില്ല. ഇത് ജർമ്മനിയും ഫ്രാൻസും
ഇതെല്ലാം ഇല്ലെങ്കിൽ തന്നെ എണ്ണ കച്ചവടത്തിലൂടെ തന്നെ റഷ്യയുടെ എണ്ണ ഉപയോഗിച്ചിട്ടാണ് അവരെല്ലാം പിടിച്ചു നിന്നിരുന്നത്. പക്ഷേ അമേരിക്കക്ക് ആ പ്രശ്നമില്ല, അമേരിക്കക്ക് ഇഷ്ടംമാതിരി എണ്ണയുണ്ട്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം കളിച്ചിട്ട് റഷ്യയുടെ എണ്ണ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഫലം അനുഭവിച്ചതുപോലെ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും എല്ലാം തന്നെയാണ്. രാഷ്ട്രീയം തലക്ക് പിടിച്ചുകൊണ്ടാണ് പിന്നെ അതിൽ നിൽക്കേണ്ടി വന്നു. പക്ഷേ ട്രംപ് അതല്ല, ട്രംപ് ബുദ്ധിപരമായിട്ട്. അപ്പോൾ അമേരിക്കക്ക് പ്രശ്നമില്ലായിരുന്നു, കാരണം അവർക്ക് എണ്ണ ഇഷ്ടംമാതിരിയുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം അമേരിക്കേൻ്റെ അടുത്തുനിന്ന് വാങ്ങേണ്ടി വന്നു. ഇന്ത്യ പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, റഷ്യയായിട്ട് അടുപ്പുള്ളതുകൊണ്ട് റഷ്യയായിട്ട് പ്രശ്നമൊന്നുമില്ല, എണ്ണ റഷ്യൻ്റെ അടുത്തുനിന്ന് വാങ്ങി. അപ്പോൾ ഇന്ത്യക്ക് അത്ര എഫക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല, ഗുണേ ഉണ്ടായിട്ടുള്ളൂ ഈ അടി കൊണ്ട്. പക്ഷേ ട്രംപ് വന്നപ്പോൾ ട്രംപിൻ്റെ നോട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം മറ്റുള്ളവരുടെ കാര്യം എന്തായാലും എണ്ണയില്ലാതുകൊണ്ട് അവരൊരു വല്ലാത്ത അവസ്ഥയിൽ അങ്ങ് നിൽക്കുകയാണ്. ആ സമയത്താണ് ഇനി അമേരിക്ക റഷ്യയായിട്ട് ചേരുമ്പോൾ എല്ലാ മുതലാളിത്ത രാഷ്ട്രങ്ങളിലെയും, ജർമ്മനിയിലുള്ള, ഫ്രാൻസിലുള്ളയും ബ്രിട്ടനിലുള്ളവരെല്ലാം എന്താ ചിന്തിക്കുക, സേഫ് അമേരിക്ക തന്നെയാണ്, ഇവിടെ നിൽക്കുന്നതെന്നല്ല അവിടെ പോയിട്ട് കച്ചവടം ചെയ്യുന്നതാണ്. അതുകൊണ്ട് റഷ്യ ഇപ്പം കപ്പൽ ബ്രിട്ടൻ്റെ നേരെ വിട്ടിട്ടുണ്ടെങ്കിലും ട്രംപ് അവിടെ നിന്ന് മനസ്സാൽ കാണും ഒരടിയാണ് നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ കച്ചവടക്കാരെ കൂട്ടിക്കെട്ടിയിട്ട് ചൈന തായ്വാനെ അടിച്ചു കഴിഞ്ഞാലും അമേരിക്കക്ക് കഷ്ടമൊന്നുമില്ല. തായ്വാനിലുള്ള ചിപ്പ് ഉണ്ടാക്കുന്ന കമ്പനിയുടെ ആൾക്കാരെല്ലാം തിരിച്ച് അമേരിക്കയിലേക്ക് തന്നെ പോകും. റഷ്യ ജർമ്മനീനെ അടിച്ചാലും ഫ്രാൻസിനെ അടിച്ചു കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാരണം അമ്മമാരെല്ലാം പിന്നെ അവിടെ എന്തായാലും വണ്ടിയില്ലാതുകൊണ്ട് കച്ചവടം നടക്കുന്നില്ല. എന്നാൽ പൂട്ടിക്കെട്ടിയിട്ട് നല്ല സ്ഥലം എവിടെയുണ്ട്, അമേരിക്കയിൽ ഉണ്ട് ട്രംപ്, എല്ലാ സൗകര്യങ്ങളും. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് പോയി, എന്നിട്ട് ആരുമായിട്ട് ചേരുകയും ചെയ്തു, റഷ്യയായിട്ട് ചേരുകയും ചെയ്യുകയാണ്. അപ്പോൾ ആർക്കും ഇപ്പം കച്ചവടം നടത്തണമെങ്കിൽ സേഫ് ഒന്നിക്കൽ ഇപ്പോഴത്തെ ചൈനേൻ്റെ അടുത്ത് പോയിട്ടൊന്നും കാര്യമില്ല. ഈ കച്ചവടം മാർക്കറ്റ് ഇവിടെ എന്നിട്ട് അപ്പുറം പോവുക, അപ്പുറം പോയിട്ട് കച്ചവടങ്ങൾ ചൈനയുടെ ഏരിയയിലൊന്നും ഇറക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് മതിയല്ലോ, നാറ്റോ രാഷ്ട്രങ്ങൾ, യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾ തന്നെ അമേരിക്കയിൽ ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ അത് തന്നെ കുറേ ധാരാളമാണ്. അല്ലാതെ ഈ ലോകം മുഴുവൻ വിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം മറ്റവരൊന്ന് ക്ഷയിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. അത് തന്നെയായിരിക്കും ഒരു മുതലാളി ചിന്തിക്കുക. അതാണ് ഇനി ഇപ്പം തുടക്കം കുറിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി റഷ്യയായിട്ട് നല്ലോണം ടേംസ് ഇതിലായിരിക്കും. കാരണം റഷ്യയായിട്ട് കച്ചവടം ഒരു പ്രശ്നം, കാരണം റഷ്യയായിട്ട് നിന്നില്ല എങ്കിൽ ഈ മറ്റുള്ള രാഷ്ട്രങ്ങൾ ചിലപ്പോൾ നാളെ റഷ്യൻ്റെ പിന്നാലെ വന്നേക്കും, പിന്നെ അമേരിക്ക ഒറ്റപ്പെട്ടു. അപ്പം അത് സംഗതികൾ കളിമാറും. അതുകൊണ്ട് ട്രംപ് ചെയ്യുന്നത് റഷ്യയോട് ആദ്യം തന്നെ ഒരു ചങ്ങാത്താക്കിയിട്ട് മറ്റുമാരെ മാറ്റി നിർത്തും, അവരിങ്ങോട്ട് ചേർന്നത് എന്ന നിലയിൽ. അതിനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. റഷ്യ കപ്പൽ കൊണ്ടിട്ട് ബ്രിട്ടൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബ്രിട്ടൻ ഇങ്ങോട്ട് ചേരാൻ പറ്റില്ല, ഉറപ്പായി. അപ്പം ബ്രിട്ടൻ ഇനി അമേരിക്ക പറയുന്ന വരി തന്നെ ട്രംപ് പറയുന്ന വരി പോകാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ റഷ്യക്കുള്ളിൽ പകയുണ്ട്, പണ്ട് ചെയ്തതല്ല. ഇതേ അവസ്ഥ തന്നെയാണ് ജർമ്മനിക്കും ഫ്രാൻസിനും ഉണ്ടാക്കുന്നത്. അപ്പോൾ ട്രംപിന് അപ്പം അവിടെയുള്ള രാഷ്ട്രങ്ങളിലുള്ള എല്ലാം മാർക്കറ്റെല്ലാണ് ട്രംപിന് ലക്ഷ്യപ്പെടുന്നത്. അവിടുത്തെ നല്ല വ്യവസായികൾ ഇവിടെയാണ് സുരക്ഷിതത്വം, റഷ്യയായിട്ട് നമ്മൾ വളരെ ടേംസിലാണ്, ഇവിടെ ശാന്തിയുള്ളത് ഇവിടെയേ ഉള്ളൂ, നിങ്ങളവിടെ നാറ്റോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ അമേരിക്കയിൽ നിർബന്ധിതരാകും. ഇപ്പുറം ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ അവിടെയല്ലേ ചെയ്യാൻ പറ്റും. അപ്പം ബ്രിട്ടനിലെല്ലാം എല്ലാവരും പൊളിച്ച് കെട്ടിയിട്ട് ചിലപ്പോൾ ചൈനയോട് പോലെ നിങ്ങളൊന്ന് അടിച്ചു എന്ന് ചിലപ്പം പറഞ്ഞെങ്കിൽ അടിക്കുകയാണെങ്കിൽ ആ തായ്വാനിലുള്ള ബിസിനസ്സുകാരെല്ലാം കൂട്ടിക്കെട്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകും. കാരണം ബിസിനസ് തന്ത്രം വേറെ, രാഷ്ട്രീയ തന്ത്രം വേറെ. രാഷ്ട്രീയം പോയിട്ടൊന്നുമില്ല, ഉള്ളിലുണ്ട്. അതേത് ഭാഗത്തുണ്ട്, ഇപ്പുറത്തെ ഭാഗത്തുണ്ട്. നാറ്റോ ഭാഗത്തുള്ള രാഷ്ട്രീയമാണ് ഒരുമാതിരി കലങ്ങിക്കിടക്കുന്നത്. അല്ലാതെ ഇപ്പുറത്തെ പുട്ടിൻ്റെ ഭാഗത്തെ രാഷ്ട്രീയം നല്ല അവരുടേതായ രാഷ്ട്രതന്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജർമ്മനി, ഫ്രാൻസ് എല്ലാം ഇപ്പുറത്തേക്ക് പെട്ടെന്നൊന്നും ചാടിക്കേരി വരാൻ പറ്റില്ല. അവർ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളുണ്ടാകും. ബ്രിട്ടനെ മാറ്റി നിർത്തിയിട്ടുണ്ട്.
ഈ കപ്പലെല്ലാം അയച്ചത് കൊണ്ടുകൂടി. അപ്പോൾ ഈ അനിശ്ചിതത്വം അങ്ങനെ പോകാൻ പറ്റില്ല. ഇവിടെയാണ് വേറൊരു പ്രശ്നം വരുന്നത്. കാരണം അമേരിക്കന് താരിഫെല്ലാം കാനഡക്കെല്ലാം താരിഫ് കൂട്ടി അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യ റഷ്യയുടെ കൂടി ആയതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എണ്ണേൻ്റെ കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷേ മറ്റുള്ള സാധനത്തിൻ്റെ കാര്യത്തിൽ എല്ലാ സാധനങ്ങൾക്കും ഇപ്പം വില കൂടാൻ പോവുകയാണ്. അപ്പം അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ചാൽ വില കൂടുമല്ലോ. അപ്പം അത് ഇന്ത്യക്ക് എഫക്റ്റ് ചെയ്യും. കാരണം ഇന്ത്യ രാഷ്ട്രീയപരമായി ചിന്തിക്കുമ്പോൾ ചൈനയായിട്ട് എടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ജർമ്മനിക്കും ഫ്രാൻസിനും വേണ്ടിയിട്ട് ചൈനയായിട്ട് ഒത്തുകൊണ്ടിട്ട് പോകാം. പക്ഷേ ഇന്ത്യക്ക് രാഷ്ട്രീയപരമായിട്ട് ചൈനയായിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യക്ക് അത്തരം എണ്ണയൊഴിച്ച് അത് റഷ്യ ഉണ്ട്. മറ്റുള്ളതിനെല്ലാം അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അമേരിക്കയിൽ മാർക്കറ്റ് ഇന്ത്യയിൽ കൂടി മാർക്കറ്റ് നോക്കിക്കൊണ്ടായിരിക്കും അമേരിക്ക നീങ്ങുന്നത്. എല്ലാ രാഷ്ട്രങ്ങളും അതായത് എണ്ണ റഷ്യയിൽ നിന്ന് കിട്ടുമെങ്കിലും മറ്റുള്ള ഉൽപ്പന്നങ്ങളെല്ലാം അമേരിക്കനെ ഡിപ്പെൻഡ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ ചെയ്യാനുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ, എല്ലാം ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക. നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിച്ചോളണം. ഇല്ലെങ്കിൽ അമേരിക്കയിലുള്ള വിലക്കയറ്റം ഉണ്ടാകാൻ പോകുന്ന, അതിലൂടെ ഉണ്ടാകുന്ന വിലക്കയറ്റം നമ്മളിലേക്ക് എഫക്റ്റ് ചെയ്യും. നമുക്ക് ചൈനയുടെ അടുത്ത് പോകാൻ പറ്റില്ലല്ലോ. കാരണം രാഷ്ട്രീയപരമായിട്ടുള്ള വലിയൊരു ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ റഷ്യ അങ്ങനത്തെ ഉൽപ്പന്നങ്ങളൊന്നും ഉണ്ടാക്കുന്നത്. പിന്നെ അമേരിക്കയിലുള്ള വിലക്കയറ്റങ്ങൾ ഇങ്ങോട്ടുണ്ടാവുക, അവിടെ തമ്മിലുള്ള ആ ഏറ്റുമുട്ടലുകളും വരുന്നുണ്ട്. അതെല്ലാം ഇനിയുള്ള നിമിഷങ്ങളിൽ ഫെബ്രുവരി 10 മുതൽ ഇന്ത്യയെയും എഫക്റ്റ് ചെയ്യും. അതാണ് ഒരു വല്ലാതെ ഘട്ടം. അങ്ങനെ വരുമ്പോൾ ജർമ്മനിക്കും ഫ്രാൻസിനും ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവർ എങ്ങനെയെങ്കിലും ഇപ്പുറത്തേക്ക് ചാടണം എന്നുള്ള ആ കൂട്ടുകെട്ടിൽ നിന്ന് ചാടേണ്ട വസ്തുത. അങ്ങനെ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രംപും ഉദ്ദേശിച്ച തരത്തിലൊന്നും കാര്യം നടക്കില്ല. പിന്നെയുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെയുള്ള യുദ്ധത്തിൻ്റെ ചെലവുകൾ രാഷ്ട്രമാണ് വഹിക്കുന്നതെങ്കിലും അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ഭാരം വന്ന് വീഴുന്നത് ജനങ്ങളിലാണ്. ഉദാഹരണമായിട്ട് എന്ത് വിലക്കയറ്റം ഉണ്ടാകുമ്പോഴും അത് എഫക്റ്റ് ചെയ്യുന്ന ആർക്കായിരിക്കും? ജനങ്ങളിലേക്കായിരിക്കും. ഈ വിലക്കയറ്റം കൊണ്ട്, കാരണം ഒരു രാഷ്ട്രം യുദ്ധം നടത്തുന്നു എന്ന് വെച്ചോളൂ. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടത്തുകയാണെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് ചെലവിടുന്ന പൈസ ആരുടേതായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ പൈസയാണ്. അല്ലാതെ ലുലു മാളിൻ്റെ മുതലാളിൻ്റെ പൈസ ഒന്നും എടുത്തിട്ട് യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല. അതേപോലെ തന്നെ അമേരിക്ക, ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്, അതേപോലെ അമേരിക്ക യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയുള്ള അമേരിക്കൻ മുതലാളിമാരുടെ പൈസ എടുത്തിട്ടൊന്നും അല്ല യുദ്ധം ചെയ്യുന്നത്. അത് അമേരിക്കൻ ജനതയുടെ പണം എടുത്തിട്ടാണ്. ഇതിൻ്റെ എല്ലാം ഭാരം കയറി, വിലക്കയറ്റത്തിലൂടെയും യുദ്ധത്തിലൂടെയും എല്ലാം ഉണ്ടാകുന്ന ഭാരം കയറി വരുന്നത് ജനങ്ങളിലാണ്. അപ്പോൾ ജനങ്ങൾ നാളെ നിൽക്കക്കള്ളിയില്ലാതെ എന്താണ് ലോകത്തിൽ സംഭവിക്കാൻ പോവുക എന്നുള്ളത് ഭരണകർത്താക്കൾ ശരിക്കും ചിന്തിക്കണം. കാരണം ഇനി ഫെബ്രുവരി 10 മുതൽ കഴിയുമ്പോൾ ഇത്തരത്തിലാണ് ട്രംപ് കാര്യങ്ങൾ നീക്കുന്നത്. അപ്പോൾ വിലക്കയറ്റത്തിലേക്കാണ് ഇത് നയിക്കാൻ പോകുന്നത്. ആ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിയിട്ട് ജനങ്ങളുടെ മേലെ കൊണ്ടുവരുത്തി കഴിഞ്ഞാൽ ജനത്തിന് നിൽക്കക്കള്ളിയില്ലാത്ത ഒരവസ്ഥ വരും. ജനമത് പ്രതികരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ കാര്യം? അതുകൊണ്ടാണ് വേദവ്യാസൻ എന്തു പറഞ്ഞത്? ഈ യുദ്ധത്തിൽ നിന്നും ഒരൊറ്റയാൾക്കും മാറി നിൽക്കാൻ പറ്റില്ല. ഈ പ്രശ്നം എവിടെയും ഉണ്ടാകും. അമേരിക്കയിലടക്കം ഉണ്ടായിരുന്നത് ജനങ്ങളിലടക്ക്, ജനത്തെ മറന്നുകൊണ്ട്. കാരണം യുദ്ധം ആരെ പേരിലാണ് പോയി വീഴുന്നത്? ജനത്തിൻ്റെ പേരിലാണ്. ജനത്തിൻ്റെ മേലെയാണ് ഭാരം വരുന്നത്, വിലക്കയറ്റം ഉണ്ടാകുന്നത്. അത് ലോകരാഷ്ട്രങ്ങളിൽ അതിൻ്റെ ഫലങ്ങൾ പ്രകടനം. ഇപ്പോൾ ഇസ്രയേലിൽ തന്നെ ജനങ്ങൾ യുദ്ധം നടത്തുമ്പോൾ നോക്കിയാൽ മതി, ജനങ്ങളത് അവർക്കെതിരാണ്.
ജനങ്ങൾ ഇസ്രായേലിനെതിരായിട്ട് പ്രകടനം, ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരായിട്ട് പ്രകടനം നടത്തുകയാണ്. അപ്പോൾ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അതിൻ്റെ ഫലം എല്ലാം കൊണ്ട് അവസാനം വീഴുന്നത് ജനങ്ങളായിരിക്കും അനുഭവിക്കുക. അപ്പം ഈ ജനങ്ങളെ ചിന്തിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഭരണത്തിലുള്ളവർ ശരിക്കും ചിന്തിക്കേണ്ട സമയമാണ് ഇത് വന്നിരിക്കുന്നത്. ജനത്തെ മറന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ജനത്തെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. ഇപ്പം ട്രംപ് അവിടെ കയറി വന്നത് തന്നെ ആ യുദ്ധക്കെടുതികൾ കൊണ്ട് ജനം കഷ്ടപ്പെട്ടുകൊണ്ടാണ്. എന്തെങ്കിലും ആ ബൈഡനെങ്കിലും അവിടുന്ന് പോട്ടെ എന്ന് വെച്ചിട്ട് തള്ളി പേടിച്ച് കയറ്റി വെച്ചതാണ് അമേരിക്കയിലെ ട്രംപിനെ. ജനം വേറെ ഒരു വഴിയില്ല, എന്നാൽ ഇരിക്കട്ടെ, ഇവനെങ്കിൽ യുദ്ധമൊന്നും നിന്ന് കിട്ടിയാൽ മതി. അതുമാതിരി ബ്രിട്ടനിലും ലേബർ പാർട്ടിയെങ്കിൽ ലേബർ പാർട്ടി എന്ന് പറഞ്ഞ് കയറിയിട്ട് കൊണ്ട് തള്ളിയിട്ടോട്. എന്നിട്ട് അദ്ദേഹം അവിടെ ചെന്നിട്ട് എന്താണെന്ന് ചെയ്തത്? ഉക്രൈൻ ആയുധം കൊടുക്കലും അടിച്ചുകൊണ്ടിരിക്കലാണ്. ഇനി ഗതികെട്ടിട്ട് ജനം എന്താ ചെയ്യാൻ പോകുന്നു ഒന്ന് ചിന്തിച്ചാൽ മതി. അധികം ചിന്തിക്കാൻ അത്ര വലിയ ബുദ്ധിയൊന്നും വേണ്ട. ജനം എന്ത് ചെയ്തു? ആ മറ്റവർ കയറിയിട്ട് ഉക്രൈൻ അടിച്ചടിച്ച് ജനത്തിനാണ് ഇതിൻ്റെ കഷ്ടപ്പാടുണ്ടാകുന്നത്. അതുമാതിരി ജർമ്മനിയിലും ഫ്രാൻസിലും എല്ലാം ജനമാണ് എണ്ണൻ്റെ വില, എണ്ണ നല്ല ചെറിയ വിലക്ക് എണ്ണ കിട്ടുന്നത് ഒഴിവാക്കിക്കൊണ്ട് യുദ്ധത്തിൽ കയറിയത് കൊണ്ട് ജനങ്ങൾ അവിടെ കഷ്ടപ്പെടുകയാണ്. അവിടെ ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാണ്? അന്ന് യുദ്ധത്തിൽ നിന്നവരെയെല്ലാം തോപ്പിച്ച് കൈമ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ബ്രിട്ടനിലും തോപ്പിച്ച് ലേബർ പാർട്ടി, എന്നാൽ ലേബർ എന്നും കയറി കഴിഞ്ഞാൽ രക്ഷപ്പെടുന്നു വെച്ചു. ലേബർ കയറിയാലും പഴയ കളി തന്നെയാണ് അവന്മാർ കളിക്കുന്നത്. ഒരു ലേബറും ഇല്ല അവിടെ. എന്തു പറ്റി? ഇനി ഇതും കൂടി ആകുമ്പോൾ ജനപ്പിനെ ഗത്യന്തരമില്ലാത്ത എന്താണ് സംഭവിക്കുക? നമ്മൾ ശ്രീലങ്കയിലെല്ലാം കണ്ടില്ലേ എന്താ സംഭവിച്ചത്? ജനത്തിന് നിവൃത്തിയില്ലാതെ ആകുമ്പോൾ പിന്നെ അവരെന്താ കാട്ടിക്കൂട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഇത് അമേരിക്കൻ ജനത്തിനും ജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാതെ ഭരണം മാത്രമല്ല. ഭരണവും ജനവും ഒന്നാണെന്നില്ല, ആ വ്യത്യാസമുണ്ട്. അതാണ് നമ്മൾ ഇവിടെ കണ്ടത്, ബ്രിട്ടനിൽ കണ്ടത്. ഭരണക്കാർ അടിച്ചുകൊണ്ടിരുന്നു, ജനം വോട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അടിച്ച് തിരിച്ചു മറ്റേ പാർട്ടിക്ക് അടിച്ചു കൊടുത്തു. ഇസ്രായേൽ അത് തന്നെയാണ് കാണുന്നത്, ജനം മുഴുവൻ തെരുവിലായിരുന്നു. അപ്പം ഭരണവും ജനവും ഒന്നാണെന്ന് ധരിക്കരുത്. കാരണം ഭാരം വന്ന് വീഴുന്ന ഭരണത്തിലാണ്, ജനത്തിലാണ്. ഇപ്പം ജനം പ്രതികരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ, നമ്മൾ ജനത്തിന് നിവൃത്തിയില്ലാതെ വരുമ്പോൾ എന്താ ചെയ്യുക? അത് തന്നെയാണ് വേദവ്യാസം പറഞ്ഞത്. ഒരൊറ്റ വ്യക്തിക്കും ഇതിൽ നിന്നും മാറി നിൽക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലേക്കാണ് നമ്മൾ ഫെബ്രുവരി 10 മുതൽ കടക്കാൻ പോകുന്നത്. ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല, അവരവർ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്കിന്ന് ചെയ്യാൻ പറ്റുന്നത് ഇത്രയേ ഉള്ളൂ. സ്വന്തം കാലിൽ നിൽക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഭാരതത്തിന് എണ്ണ റഷ്യയിൽ നിന്ന് കിട്ടും, കുഴപ്പമില്ല. പക്ഷേ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ സ്വയം നമ്മൾ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ വിലക്കയറ്റം കൊണ്ടും, വിലക്കയറ്റം മാത്രമല്ല, ട്രംപ് IT എല്ലാം അവിടെ മറ്റേ പരിപാടി AI എല്ലാം തുടങ്ങുമ്പോൾ IT വരുന്ന കാര്യങ്ങളെല്ലാം ഒരു യുദ്ധത്തിൻ്റെ ഒരു അനിശ്ചിതത്വം വരുമ്പം തന്നെ അത് IT മേഖലയാണ് ആദ്യം ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ ഭാരതത്തിന് സ്വന്തമായ നിലയിൽ സ്വന്തം കാലിൽ, ഭാരതത്തിന് അതിന് കഴിവില്ലാതെ ഒന്നുമല്ല, പണ്ട് നമ്മൾ പലതും ഉൽപ്പാദിപ്പിച്ചു തന്നെയാണ്. നമുക്ക് പറ്റുകയും ചെയ്യും. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ ഭാരതം ശ്രമിച്ചില്ല എങ്കിൽ അത് നാളെ മുതൽ തന്നെ തുടങ്ങണം. കാരണം ഇതിലെ ഫെബ്രുവരി 20 ഞാൻ പറയുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അതോടുകൂടി ട്രംപ് എന്തെല്ലാമാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ചെയ്യാൻ പോകുന്നത്, ട്രംപിന് അതേ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ മാർക്കറ്റെല്ലാം പോയി, അത് ബ്രിക്സ് കൊണ്ടുപോയി. ഇനി ആ രാഷ്ട്രങ്ങളിൽ യൂറോപ്യൻ യൂണിയനിൽ എന്തെല്ലാം, അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്തെല്ലാണ്, ഏതോ ഒരു കനാല് പിടിക്കണമെന്നും കാനഡയിൽ ഇങ്ങോട്ട് വേണമെന്നും എല്ലാം അണ്ടർലാക്കേണ്ട വരും. ആ ഒരു ഏരിയ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ ഏരിയയെല്ലാം വിട്ടു. ചൈനയിലും പറ്റും റഷ്യയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ്, നമ്മൾ ഒരു കുഴപ്പമില്ല. കാരണം നല്ലൊരു അന്തരീക്ഷം അവിടെ അമേരിക്കയിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ട് പ്രശ്നങ്ങൾ തീരില്ല. വിലക്കയറ്റം ജനങ്ങളിലേക്ക് എഫക്റ്റ് ചെയ്യും. അപ്പം ജനത്തിനതുപോലെ, അപ്പം ജനത്തെ തൃപ്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു കൊള്ളണം.
അത് അമേരിക്ക ട്രംപ് അത് ട്രംപ് ആലോചിക്കട്ടെ ജനത്തിന് എങ്ങനെ തൃപ്തി. അതുകൊണ്ടാണ് ട്രംപ് അതും കൂടിയും പറയുന്നുണ്ട്, വിലക്കയറ്റവും ഞാൻ നിയന്ത്രിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം വിലക്കയറ്റം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളുണ്ട്. ട്രംപിന് വോട്ട് ചെയ്ത ജനം തന്നെ തിരിച്ചടിക്കും, ട്രംപിന് നല്ലോണം അറിയാം. അതുകൊണ്ട് അത് ട്രംപ് നോക്കിക്കോളും. പക്ഷേ ഭാരതത്തിലെ ഭരണാധികാരികൾ ജനത്തിൻ്റെ കയറ്റം നിയന്ത്രിക്കാനുള്ള വകുപ്പുകൾ ഇന്നു മുതൽ ആരംഭിച്ചു തുടങ്ങുന്നു. വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചു കൊള്ളണം. ഇല്ല എങ്കിൽ നാളെ വിലക്കയറ്റം കൊണ്ടുണ്ടാകുന്നത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. IT മേഖലയെല്ലാം എങ്ങനെയാണ് അമേരിക്ക കൈകാര്യം ചെയ്യാൻ പോകുന്നത്? അമേരിക്ക താരിഫ് ഇന്ത്യൻ ഐറ്റങ്ങൾക്കെല്ലാം താരിഫ് ചുമത്തി കഴിഞ്ഞാൽ എവിടത്തേക്കാണ് പോകാൻ പോകുന്നത്? അപ്പം നമുക്ക് ചൈനയിൽ ചേർന്ന് നിൽക്കാൻ പറ്റില്ല, കാരണം രാഷ്ട്രീയപരമായിട്ട്. പിന്നെ നമുക്ക് വഴിയുള്ള എന്താണ്? സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുക. അതിന് കഠിന അധ്വാനം നാളെ മുതൽ തുടങ്ങിയില്ല എങ്കിൽ അതെല്ലാം ഭരണക്കാർ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. നമ്മളെന്തിനാ വെറുതെ അതിനകത്തുകൊണ്ടിട്ട് തലയെടുക്കുക? എന്തായാലും ഫെബ്രുവരി 10 ശേഷമുള്ള കുറച്ച് കാലഘട്ടങ്ങൾ വളരെ സങ്കീർണമായി.